ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നിങ്ങളോട് ചേർന്ന് ഇന്ന് ഈ പ്രത്യേക ആരാധനയിൽ സംബന്ധിക്കുവാൻ സർവശക്തനായ ദൈവം അവസരം ഒരുക്കിയല്ലോ. പ്രത്യേകിച്ച് ഇതൊരു പദവിയായി ഞാൻ കാണുന്നു. പ്രിയപ്പെട്ട അച്ഛൻ എന്നെ മാസങ്ങൾക്ക് മുൻപ് ക്ഷണിച്ചതാണ്. ഈ പ്രദേശത്ത് അങ്ങനെ എനിക്ക് അധിക പരിചയം ഇല്ല എങ്കിലും പ്രിയപ്പെട്ട അച്ഛനുമായിട്ടുള്ള കൂട്ടായ്മ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് സന്തോഷത്തോടെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഇന്ന് വളരെ ദീർഘമായ ഒരു ആരാധന കഴിഞ്ഞ ശേഷം നിങ്ങളെല്ലാം ക്ഷീണിതരായിട്ടിരിക്കുകയാണ് എന്നെനിക്കറിയാം. അച്ഛൻ എനിക്ക് തന്ന സമയം 40 മിനിറ്റാണ്. 40 മിനിറ്റ് പോകാമോ അതോ കുറയ്ക്കണോ? നിങ്ങൾ പറയുന്ന പോലെയാ. 12:30 നിർത്തിയാൽ മതിയോ? 30 മിനിറ്റ്. എന്താ 30 മിനിറ്റ് അനുവദിച്ചു തരാമോ? അനുവദിച്ചു തരാം. അപ്പൊ ഈ കൂടുതൽ സമയം പറഞ്ഞു വെച്ച് കുറയ്ക്കുക നല്ലത് അല്ലേ? ഡിസ്കൗണ്ട് ഉള്ളതിൽ നമുക്കിഷ്ടം അല്ലേ? അത് പറയുന്ന പോലെ 40 മിനിറ്റ് പ്രിയപ്പെട്ട അച്ഛൻ എനിക്ക് തന്നു. അത് 30 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്താകുന്നു എന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഇന്ന് രാവിലെയും നിങ്ങൾ കേട്ടു. എന്താ ചിന്താ വിഷയം? എന്താ ചിന്താ വിഷയം? കഴിഞ്ഞ 2 ദിവസങ്ങളിലും വന്നവരെത്ര പേരുണ്ട്? അച്ഛൻ പറഞ്ഞായിരുന്നു ഇടയ്ക്കൊന്നുമില്ല, മറവി എന്ന് പറയുന്നത് നമുക്ക് സഹജമാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്മാർക്ക് ഒരേ പ്രസംഗം തന്നെ എത്ര ആവർത്തിച്ചാലും കുഴപ്പമുണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെയാണോ? കേൾക്കുന്നത് മറക്കാതിരിക്കാനും കേൾക്കുന്നത് ജീവിതത്തിൽ അനുഭവമാക്കാനും കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്തായി തീരുന്നത് എന്ന് ഓർക്കുക. നമ്മുടെ ഈ വർഷത്തെ ചിന്താവിഷയം കുടുംബം നിർവ്യാജ സ്നേഹത്തിൻ്റെ ഇടം എന്നതാണ്. ഫാമിലി എ പ്ലേസ് ഓഫ് പ്യുവർ ലവ്. നിസ്തുലമായ സ്നേഹത്തിൻ്റെ, നിർവ്യാജമായ സ്നേഹത്തിൻ്റെ ഇടമാണ് കുടുംബം എന്ന് പറയുന്നത്. നാം ഇന്ന് സുവിശേഷമായി വായിച്ച് കേട്ട വേദഭാഗം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഭാഗം പറയണ്ട, വായിച്ച് കേട്ടത് എന്താന്ന് പറയാൻ ഒക്കുമോ? ഏവൻഗേലിയോൻ വായിച്ചത് ഏതാന്ന് പറയാമോ? എന്തിനെക്കുറിച്ചാ പറഞ്ഞതെന്ന് പറയാമോ? പോയി ഇല്ല, രക്ഷയില്ല. എന്താ പറഞ്ഞേ? യേശുക്രിസ്തു വചന ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്നപ്പോൾ അനേകരും സ്വാഭാവികമായിട്ട് പല ആളുകൾ കേൾക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മാതാവും സഹോദരങ്ങളും അവനെ കാണാനായിട്ട് അവിടേക്ക് വരികയാണ്. അവിടെ വന്നപ്പോൾ അവർ വിചാരിച്ചു അവര് VIPs ആണല്ലോ. കാരണം വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ മാതാവും സഹോദരങ്ങളും ആണല്ലോ. അതുകൊണ്ട് അവർ നേരെ ഈ പ്രസംഗം നടക്കുന്ന സ്ഥലത്തേക്ക് കയറി വന്നില്ല. അവർ പുറത്ത് നിന്നേച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും വന്ന് നിന്നെ കാത്തു നിൽപ്പുണ്ട് അല്ലേ? അപ്പൊ അവരെ ചെന്ന് ക്ഷണിച്ച് കൊണ്ടുവന്ന് അകത്തോട്ട് ഇരുത്തണം എന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത് അല്ലേ? നമ്മളൊക്കെ അങ്ങനെയാ. ഒരു VIP പ്രിവിലേജ് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നമ്മളെ ഗൗനിക്കാതെ പോയാൽ നിശ്ചയമായിട്ട് അത് നമ്മൾ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കും. യേശുക്രിസ്തു അവരെ അവഗണിച്ചു എന്ന് മാത്രമല്ല, തെറ്റായ എന്ന് ഞാൻ പറയുന്നത് കോട്ട് ആൻഡ് കോട്ടിലാണ്. ആരാ എൻ്റെ മാതാവ്, എൻ്റെ പിതാവ്, എൻ്റെ സഹോദരങ്ങൾ? ആരെന്നാ യേശുക്രിസ്തു പറയുന്നേ? ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളാണ് എൻ്റെ
മാതാവും എൻ്റെ സഹോദരങ്ങളും. അപ്പോ യേശുക്രിസ്തു ഈ കുടുംബത്തെക്കുറിച്ച് ഒരു വികലമായ കാഴ്ചപ്പാട് കാത്തു സൂക്ഷിച്ചവൻ ആയിരുന്നോ? സ്വന്തം മാതാപിതാക്കൾക്ക് അല്പം പോലും പ്രാധാന്യം നൽകാതെ ഇരുന്നവനാണോ? അതോ യേശുക്രിസ്തു അത് പറഞ്ഞതിന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള അർത്ഥം ഉണ്ടോ? നിശ്ചയമായും കുടുംബം എന്ന വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ കുടുംബം എന്താണ് എന്ന്, ഈ കുടുംബത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എന്നാണ് യേശുക്രിസ്തു നിർവചിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കുടുംബം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഉള്ള ഒരു തലത്തിനപ്പുറം അതിനൊരു വിശാലമായ അർത്ഥമുണ്ട് എന്നാണ് യേശുക്രിസ്തു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നി, പ്രിയപ്പെട്ട അച്ഛന് നിങ്ങളെ ഇന്ന് ആരാധനയിൽ ഇരുത്തിയ രീതിയും കുർബാനയ്ക്കായിട്ട് മുൻപോട്ട് വിളിച്ച രീതിയും. വർഷങ്ങളായി ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുള്ള പള്ളികളിൽ കുടുംബങ്ങളായി വന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നത് വളരെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് എനിക്ക് നല്ലതായി തോന്നിയത്, ഒരു പ്രത്യേകത തോന്നിയത്, കുടുംബങ്ങളായി, നിങ്ങളെല്ലാം കുടുംബങ്ങളായിട്ടല്ല ഇരുന്നേ? ആണോ ഇല്ലയോ? ആണോ അല്ലയോ? ആണ്. ഒന്ന് ഉറച്ചു പറഞ്ഞാൽ എനിക്ക് കേൾക്കാം. ആണ്. നിങ്ങൾ കുടുംബങ്ങളായി ഇരുന്നു. എന്നാൽ നിങ്ങൾ കുടുംബങ്ങളായി ചെറിയ ചെറിയ ക്ലസ്റ്റേഴ്സായി ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു വലിയ കുടുംബത്തിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾക്ക് ഒരു ബോധ്യം നൽകി പ്രിയപ്പെട്ട അച്ഛൻ ഇന്ന് ചെയ്ത ഒരു അനുഭവത്തിലൂടെ. എന്താണെന്നറിയാമോ? ഓരോ പ്രാർത്ഥന കൂട്ടത്തെ മുമ്പോട്ട് വിളിച്ചു, അല്ലേ? കുടുംബമായി വിശുദ്ധ കുർബാന കൈക്കൊള്ളണം എന്നതാണ് എന്ന് സഭ പറഞ്ഞിരിക്കുന്നുണ്ട്. സഭയുടെ, നമ്മുടെ ആരാധനയുടെ അടിയിൽ മുൻപെങ്ങും ഇല്ലാത്തതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കുടുംബങ്ങളായി ആരാധനയിൽ സംബന്ധിക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഇവിടെ തോന്നിയ വളരെ നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, കുടുംബങ്ങളുടെ കുടുംബമായ പ്രാർത്ഥന കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ പെട്ടവരെല്ലാം തന്നെ കുടുംബത്തിന്റെ അംഗങ്ങളാണ് എന്ന വിശാലമായ ദർശനം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ പതിവായി സംബന്ധിക്കുന്ന എത്ര ശതമാനം ആളുകൾ ഉണ്ടാവും? എത്ര പേരുണ്ടാവും? എല്ലാവരും സമ്മതിക്കുമോ? എത്ര ശതമാനം പേര് എത്ര വീട്ടുകാരുണ്ട് ഒരു പ്രാർത്ഥന കൂട്ടത്തിൽ? ഒരു ആവറേജ് എത്ര വീട്ടുകാരുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കൂട്ടത്തിൽ? 25? സ്ത്രീകളാണ് കൂടുതൽ. പുരുഷന്മാരെവിടെ പോകുന്നു? അവർക്ക് ജോലിയാണോ? പ്രാർത്ഥന നടക്കുന്നത് വൈകുന്നേരം അല്ലേ? ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന സമയത്ത് 7 മണിയാണോ? എത്ര മണിക്കാ പ്രാർത്ഥന? 7 മണി അല്ലേ? 7 മണിക്ക് ശേഷം ജോലിക്ക് പോകുന്ന പുരുഷന്മാർ എത്ര പേരുണ്ട്? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പിന്നെന്തായി പ്രാർത്ഥനയ്ക്ക് വരാത്തെ? അതായത് ഇത് കുടുംബത്തിന്റെ ഒന്നിച്ച് കണ്ണു ചേർക്കപ്പെടുന്ന, ആ കണ്ണു ചേർക്കപ്പെടുന്നതിലൂടെ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന, ആ ബന്ധത്തെ ഉറപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രാർത്ഥന കൂട്ടങ്ങളിൽ നടക്കുന്നത്. ഞാൻ ഈ ഡയസിസിൽ ഓടനാവട്ടം എന്ന് പറയുന്ന പള്ളിയിൽ ഇരുന്നതാണ്. ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ബന്ധുക്കാരൊക്കെ അവിടെ കാണും. മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യാസമായി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ രീതിയാണ് അവിടെ ഉള്ളത്. അതായത് സ്ത്രീകൾ മാത്രമേ പ്രാർത്ഥനയ്ക്ക് വരത്തുള്ളൂ, പുരുഷന്മാരാരും പ്രാർത്ഥനയ്ക്ക് വരികയില്ല. പക്ഷെ സ്ത്രീകൾക്ക് റിസർവ് ചെയ്ത് കൊടുത്തിരിക്കുക പ്രാർത്ഥന. ഇവിടെ ആണെന്നോ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഞാൻ ചില വീടുകൾ കണ്ട കാര്യമാണ്.
കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ പോലും പുരുഷൻ ഒന്നുകിൽ മുൻവശത്തിരിക്കും, അവൻ അല്ലെങ്കിൽ ആ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോവും, അവിടെ നാൽക്കവലേക്ക് പോവും. അപ്പം പ്രാർത്ഥന ആർക്കുള്ളതാണ്? സ്ത്രീകൾക്കുള്ളതാണ്. വാസ്തവത്തിൽ അടിസ്ഥാനപരമായി നമ്മുടെ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അച്ഛൻ സൂചിപ്പിച്ചു. അതായത് ഒരു കുടുംബം നല്ലതാവണമെങ്കിൽ കുടുംബനാഥൻ നല്ലവനാവണം, കുടുംബനാഥ നല്ലവളാവണം, കുഞ്ഞുങ്ങൾ നല്ലവരാകണം. ഈ നല്ലവരായി തീരാനുള്ള, അതായത് ഈ പരസ്പരമുള്ള ബന്ധത്തിൻ്റെ ആവശ്യകത സ്വയം ഓർമ്മിപ്പിക്കുന്ന അവസരമാണ് ഈ കൂട്ടായ്മയുടെ അനുഭവം. അത് ചെറിയ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ കുടുംബ അംഗങ്ങളെ തമ്മിൽ, രക്തബന്ധമുള്ളവരെ തമ്മിൽ, പപ്പനെയും അമ്മയെയും മക്കളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെങ്കിൽ ഒരു ഇടവക, ഇപ്പം ഇവിടെ 230, 240 വീട്ടുകാരുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അത്രയും പേര് ഒന്നിച്ച് ചേരുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് പ്രയാസം. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ആരാധനയ്ക്ക് നമ്മൾ ഒന്നിച്ചു വരുന്നു. എന്നാൽ കൂട്ടായ്മ ആചരിക്കുന്നത് അതാത് ഭാഗത്തുള്ള ആളുകൾ തമ്മിലാണ്. അലക്സാണ്ടർ മാർത്തോമ ഞങ്ങളുടെയൊക്കെ പട്ടം കിട്ടിയ ആദ്യ കാലങ്ങളിൽ നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ഈ പ്രാർത്ഥന കൂട്ടങ്ങൾ ഒരു 15 വീടുകൾ കൂടാൻ പാടില്ല എന്ന് പറയും അദ്ദേഹം. 15 വീടുകളുള്ള ഒരു ക്ലസ്റ്റർ, ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഇടവുകളെ, ഇപ്പൊ 230 വീടുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും ഒരു കുറഞ്ഞതൊരു 16, 17 പ്രാർത്ഥന കൂട്ടങ്ങളായി ഡിവൈഡ് ചെയ്യണം എന്ന അദ്ദേഹത്തിന്റെ ദർശനം. അതിനു മുമ്പുള്ള കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നു. കാരണം ഈ ബന്ധത്തിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു, ഈ ബന്ധം നിലനിർത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് ബന്ധം നിലനിർത്താതെ തന്നെ എൻ്റെ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാ സംവിധാനങ്ങളും എനിക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു 60-70 വയസ്സിന് മുകളിലുള്ള ആരൊക്കെയുണ്ട്? ഇവിടെ ഒരു 70 വയസ്സിന് മുകളിലുള്ള സാറുണ്ട്, പിന്നെ 3-4 പേരുണ്ടല്ലോ. മുമ്പ് കാലങ്ങളിൽ നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ ഒരു കല്യാണം വരുമ്പോൾ, ഒരു നിങ്ങളുടെ ഈ ഇടവകയിൽ ഒരാളുടെ കല്യാണം വരുമ്പോ എങ്ങനെയായിരുന്നു? കേറ്ററേഴ്സ് ആയിരുന്നോ? ഹാളിലായിരുന്നോ? അല്ല, വീട്ടിൽ പന്തൽ കിട്ടും അല്ലേ? എത്ര ദിവസം മുമ്പേ അതിന്റെ ഒരുക്കം തുടങ്ങും? ഈ ഒരുക്കത്തിൽ ആരൊക്കെ കാണും? ആ അയൽക്കാരും പ്രാർത്ഥനാ ഗ്രൂപ്പിൽപ്പെട്ടവരും പള്ളിയിലുള്ള വരാൻ സാധിക്കുന്നവരെ എല്ലാവരും ചേർന്ന, അതായത് കല്യാണം എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ മാത്രമല്ല, ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ മാത്രം ഉത്തരവാദിത്വം അല്ല. പിന്നെയോ ഇത് ഈ ഇടവകയുടെ. എന്താ ഈ ആത്മബോധം? അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഞാനും അവരും ഒരേ കുടുംബത്തിന്റെ അംശങ്ങളാണ്. ഞാനും അവരും ഞായറാഴ്ച വന്ന് ഒരു അപ്പത്തിന്റെ, ഒരു പാനപാത്രത്തിന്റെ പങ്കാളികളാകുമ്പോൾ ഒരു കുടുംബത്തിന്റെ അംഗമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മക്കൾ വെളിയിലാണ്, എല്ലാവരും വെളിയിലാണെന്ന് വിചാരിക്കുക. അതിലൊരാളുടെ കല്യാണം വരുന്നു, മറ്റവർ വന്നില്ലെങ്കിൽ ഈ അപ്പനും അമ്മയ്ക്കും വേദന ഉണ്ടാവുമോ? ഉണ്ടാവും. എന്താ കാര്യം? ഈ വേദന ഉണ്ടാവുന്നത് എന്താ? രക്തബന്ധമുണ്ട് എന്നുള്ള ആത്മബോധം ഉള്ളത് കൊണ്ടാണ്. ഈ രക്തബന്ധം എന്ന ആത്മബോധമില്ലെങ്കിൽ അവന് വിഷയമല്ല. അതായത് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അനിയന്റെ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു, അത് എൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണ് എന്ന ആത്മബോധമില്ലാത്ത എത്രയോ ആളുകളാണ്, എത്രയോ മക്കളാണ് ഇന്ന് ഇക്കാലത്ത് ഉള്ളത് അല്ലേ? എത്രയോ പേരാ ഉള്ളത്. എന്താ കാരണം? അടുപ്പം വളരെ കുറവാണ്. അടുപ്പം കുറവാണ്. ഈ അടുപ്പം വർദ്ധിക്കണമെങ്കിൽ നിരന്തരമായ സംസർഗം, നിരന്തരമായി ബന്ധപ്പെടാൻ കിട്ടുന്ന സകല അവസരങ്ങളും തക്കത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. അത് നമുക്ക് നഷ്ടപ്പെട്ട് പോയിരിക്കുന്ന ഒരു കാലത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നത് വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ്.
യേശുക്രിസ്തു ഇവിടെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന ഈ ആശയത്തെ ഇന്ന് നമ്മുടെ മുൻ തലമുറ പ്രാവർത്തികമാക്കിയ ആ ആശയത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതായത് ഈ ഇടവക എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ കുടുംബമാണ്, വലിയൊരു കുടുംബമാണ്. സഭ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ ഒരു രുചി അനുഭവിക്കുന്ന, രുചി പകരുന്ന സംവിധാനമാണ്. ആത്യന്തികമായ ദർശനം ദൈവരാജ്യമാണ്. ദൈവരാജ്യമെന്ന വലിയ കുടുംബം, അവിടെ ജാതിയില്ല, മതമില്ല, നിറമില്ല, വംശീയമായിട്ടുള്ള വേർതിരിവുകളില്ല, സ്ത്രീ എന്നില്ല, പുരുഷനെന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്ന ആത്മബോധം. അവരും എൻ്റെ കുടുംബത്തിന്റെ അംഗങ്ങളാണ് എന്ന ആത്മബോധം, ഇത് വീണ്ടെടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ആരാധനകളൊക്കെ അർത്ഥവത്തായി തീരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. നാം ഇന്ന് ആയിരിക്കുന്ന സാമൂഹ്യ സാഹചര്യം, അത് ഞാൻ നിങ്ങളോട് വിവരിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല. ദൈനംദിനം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ശിഥിലത എന്ന് പറയുന്നത്. കുടുംബങ്ങൾ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് വളരെയേറെ മനുഷ്യ സമൂഹത്തെ ഭയപ്പെടുത്തുന്ന വിധത്തിലായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു കുടുംബ സെമിനാറിൽ, അക്കാലത്ത് ഹൈക്കോർട്ടിൽ ജഡ്ജിയായിരുന്ന ഒരു ബെഞ്ചമിൻ കോശി, അദ്ദേഹം ആണ് അന്ന് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞ ഒരു കണക്കുണ്ട്. ഇതൊരു 20 വർഷങ്ങൾക്ക് മുൻപുള്ള കണക്കാണ്. ആ കണക്കിനേക്കാൾ കുറെ കൂടെ കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം പറഞ്ഞ കണക്ക് ഇതാണ്: കേരളത്തിൽ നടക്കുന്ന വിവാഹ മോചനത്തിൽ 100-ൽ 90, അതായത് 90% വിവാഹ മോചനവും നടക്കുന്നത് സുറിയാനി ക്രിസ്ത്യാനി കുടുംബങ്ങളിൽ ആണ്. ക്രിസ്ത്യൻ ഭവനങ്ങളിലാണ്, ക്രിസ്തീയ ഭവനങ്ങളിലാണ്. ആ 90% ക്രിസ്ത്യൻ ഭവനങ്ങളിലാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ, അതിൽ 90% നടക്കുന്നത് സുറിയാനി ക്രിസ്ത്യാനി കുടുംബങ്ങളിലാണ് എന്ന് ഒരു 25 വർഷങ്ങൾക്ക് മുൻപ് കണക്ക് വെച്ചുകൊണ്ട്, ഈ കുടുംബ കോടതിയിൽ ചെല്ലുന്ന കേസുകളുടെ കണക്ക് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള വാചകമാണിത്. 100 പേര് വിവാഹ മോചനത്തിന് അപേക്ഷിക്കുന്നുവെങ്കിൽ അതിൽ 90 പേരും ക്രിസ്ത്യാനികളാണ്. ആ 90 പേരിൽ അതിന്റെ 90%, അതായത് ഏകദേശം 81 പേര് സുറിയാനി ക്രിസ്ത്യാനി കുടുംബങ്ങളിലാണ് ഈ വിവാഹമോചനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ അതിനേക്കാളൊക്കെ കൂടിയിട്ടുണ്ട്. കുടുംബത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുടുംബത്തിന്റെ നിർവചനം, അതിൻ്റെ അർത്ഥം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്താണ് ഒരു കുടുംബം? ഓരോ കാലഘട്ടത്തിലും ഈ കുടുംബം എന്ന സങ്കല്പത്തിന്, അല്ലെങ്കിൽ ഈ വ്യവസ്ഥയ്ക്ക്, ഈ ഇൻസ്റ്റിറ്റ്യൂഷന് വളരെയേറെ അർത്ഥവ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ ആണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്നിപ്പോ കുടുംബം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട്, ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു 10, 18, 20 വയസ്സുള്ള കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ കുടുംബം എന്താണ് എന്ന് പറയും. എന്തുവാ കുടുംബം? ആരൊക്കെയായി കുടുംബത്തിലുള്ളത് എന്ന് പറയാമോ? ആരൊക്കെയായി കുടുംബത്തിലുള്ളത്? ഞാൻ അങ്ങോട്ട് വരണോ?
ആരൊക്കെയാ കുടുംബത്തിലുള്ളത് ഇപ്പോ? ആരൊക്കെ ഉണ്ട് കുടുംബത്തിൽ? നിങ്ങളുടെ കുടുംബത്തിൽ മോനെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആരൊക്കെയാ ഉള്ളത്? അമ്മ, അപ്പച്ചൻ, അമ്മച്ചി, മമ്മി, ഞാൻ. ദുബായിലാ. അപ്പോ ഇത് ഈ വാസ്തവത്തിൽ ഈ കുടുംബ സംവിധാനം എന്ന് പറയുന്നത് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പുള്ള സംവിധാനമാണ്. ഇന്നത്തെ കുടുംബ സംവിധാനത്തിൽ ഈ പറയുന്ന വല്യപ്പനും വല്യമ്മേ ഇല്ല, ഇവിടെ ഇല്ലായിരിക്കാം. കേരളത്തിലെ തന്നെ പട്ടണങ്ങളിൽ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന് വേറെ വീട് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത് അവനെ ആദ്യം അങ്ങോട്ട് മാറ്റും. കേരളത്തിലെ ഒരു പട്ടണത്തിലും വിവാഹം കഴിഞ്ഞ ശേഷം വല്യപ്പനും വല്യമ്മയോടൊപ്പം ഒരു മക്കളും കുടുംബ യൂണിറ്റായി താമസിക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഇളമ്പലായതുകൊണ്ടാണ് ഈ പറയുന്ന മോൻ പറഞ്ഞതായിട്ടുള്ള അപ്പച്ചനും അമ്മച്ചിയും പപ്പായും മമ്മിയും മക്കളും എന്ന് പറയുന്നത്. അതൊരു 25-30 വർഷം മുമ്പേ നിങ്ങൾ എന്നാ പറയുന്നത്, മുമ്പേ പറക്കുന്ന പക്ഷികളല്ലാത്തതിന് ദൈവത്തിന് സ്തോത്രം. കുടുംബ ബന്ധത്തിന്റെ ആ പവിത്രത, നിർമ്മലത, ബന്ധുത്വത്തിന്റെ മഹത്വമൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇന്ന് കഴിയുന്നു എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ഭാഗ്യം തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര പേർക്ക് എത്ര തലമുറ വരെ അറിയാം? ഇപ്പൊ മോൻ പറഞ്ഞു വല്യപ്പച്ചനെ അറിയാം, വല്യപ്പച്ചയെ അറിയാം. അവരുടെ അപ്പനെ അമ്മയെ അറിയാമോ? അറിയത്തില്ല. അതായത് വല്യപ്പച്ചനെയും വല്യമ്മച്ചയും പോലും അറിയാത്ത ആളുകൾ, കുഞ്ഞുങ്ങൾ ഇന്ന് ഉണ്ട്. ഇന്ന് വല്യപ്പനെയും വല്യമ്മയും അറിയാത്ത മക്കളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ആളുകളിൽ ഏറെ ശതമാനം ആളുകൾക്കും അവരുടെ വല്യപ്പനെയും വല്യമ്മയും അവർ ഒരിക്കൽ പോലും കാണാത്തവരുണ്ട് എന്ന യാഥാർത്ഥ്യം. അപ്പോ നമുക്ക് മാക്സിമം വന്നാൽ 3 തലമുറയെ അറിയാം, അല്ലെ? 3 തലമുറയെ അറിയാം. അതായത് നമ്മളുടെ വല്യപ്പനെ അറിയാം, വല്യപ്പന്മാരുടെ അപ്പന്മാരെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വല്യപ്പന്മാരുടെ അപ്പന്മാരെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല, ആരുമില്ല. വല്യപ്പന്മാരുടെ അപ്പന്മാരെ അറിയാവുന്ന ഒരാരും, അതായത് അത് 4ാം തലമുറയാ. നിങ്ങളുടെ മക്കളെ കൊച്ചുമക്കളെ അറിയത്തില്ലയോ? നിങ്ങളുടെ മക്കളെ കൊച്ചുമക്കളെ, അപ്പം കൊച്ചുമക്കൾ വരെ അപ്പൻ, വല്യപ്പൻ, വല്യപ്പന്റെ അപ്പൻ, അത് വല്യപ്പൻ 2ാം തലമുറ, അപ്പൻ 3ാം തലമുറ, നിങ്ങൾ 4ാം തലമുറ, 5ാം തലമുറ നിങ്ങളുടെ മക്കൾ, 6ാം തലമുറ നിങ്ങളുടെ കൊച്ചുമക്കൾ. അപ്പൊ വല്യപ്പന്റെ അപ്പനെ അറിയത്തില്ലെന്ന് അതിന്റെ അർത്ഥം 5 തലമുറ നിങ്ങൾക്ക് അറിയത്തുള്ളൂ, 6ാം തലമുറ അറിയത്തില്ല. ഞാൻ ഈ സമയത്ത് കൊല്ലത്ത് തന്നെയുള്ള ഒരു കാദീശ പള്ളി എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സ് പള്ളി, അവിടെ ഇതുപോലെ ഒരു പ്രസംഗത്തിന് വിളിച്ച് ഞാൻ പോയായിരുന്നു. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞപ്പോ അത് കഴിഞ്ഞപ്പോൾ 1-2 പേരെന്നോട് പറഞ്ഞു, വെച്ചാൽ ഞങ്ങൾക്ക് 15 തലമുറ വരെയുള്ളവരെ അറിയാമെന്ന് പറഞ്ഞു. 15 തലമുറ വരെയുള്ളവരെ ഞങ്ങൾക്ക് അറിയാം. കാരണം ആ പള്ളിയിൽ ആ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ കുടുംബക്കാർ മാത്രമേ ഉള്ളത് കൊണ്ട് അവർക്ക് ആ ലീനിയേജ്, അവരുടെ ഇത് അവർക്ക് അറിയാം. 15 തലമുറയിൽപ്പെട്ട, 15ാം തലമുറയിൽപ്പെട്ട, അതായത് 15th കസിൻസിനെ ഞങ്ങൾക്ക് അറിയാം. ഇന്ന ആള് 15ാമത്തെ തലമുറയിൽപ്പെട്ട എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു. 15ാം തലമുറ. വാസ്തവത്തിൽ അത് അത്രയും നമുക്കൊക്കത്തില്ലായിരിക്കാം. പക്ഷേ ഈ പരസ്പരം ബന്ധിപ്പിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ബന്ധത്തിന്റെ കണ്ണി മുറിഞ്ഞു പോകും. ഈ കണ്ണി മുറിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വാസ്തവത്തിൽ നിലനിൽപ്പില്ല എന്നതാണ് പരമാർത്ഥം. വാസ്തവത്തിൽ ഇപ്പോൾ ഉള്ളതൊക്കെ ഒരുമാതിരി സങ്കര ഇനങ്ങളായി മാറിയിരിക്കുകയാണ്. ബന്ധങ്ങൾ അതിൻ്റെ പവിത്രതയോ അതിൻ്റെ ഈ
ആഴത്തിലുള്ള ബന്ധമോ ഒന്നും അറിയാതെ മുന്നോട്ട് പോകുന്ന ഒരു തലമുറയിലാണ് ഞാൻ നിങ്ങള് ജീവിക്കുന്നത് എന്ന് പറയാതിരിക്കാനായിട്ട് തരമില്ല. കുടുംബം എന്ന് പറയുന്നത് കുടുംബത്തെക്കുറിച്ചുള്ള കുടുംബ സ്ഥാപനത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വേദപുസ്തകത്തിന്റെ പരാമർശം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ അത് വായിക്കാമോ ആരെങ്കിലും? ഉൽപ്പത്തി 2, 21 മുതൽ 25 വരെ. അത് തന്നെയാണ് യേശുക്രിസ്തു സുവിശേഷത്തിന്റെ സമയത്ത് ആവർത്തിക്കുന്നതും നമ്മുടെ വിവാഹ ശുശ്രൂഷയില് പറയുന്നത്. അത് ഈ ഉൽപ്പത്തി 2-ന്റെ 21 മുതൽ 25 വരെ വാക്യങ്ങളെ കോട്ട് ചെയ്തുകൊണ്ടാണ് കുടുംബത്തെക്കുറിച്ച് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതാണ് വാസ്തവത്തിൽ അവിടെയാ കുടുംബം എന്ന് പറയുന്നത് എന്താണ് എന്ന പരാമർശം നമുക്ക് കാണാൻ സാധിക്കുന്നു. വായിക്കാമോ ആരെങ്കിലും? ആ ആ മൈക്കോട് ഉപയോഗിക്കാമോ? അല്ല, പുറകെ കേൾക്കത്തില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് തൻ്റെ ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഒരു ദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. വാസ്തവത്തിൽ ഇതാണ് കുടുംബ ബന്ധമെന്ന് പറഞ്ഞ കുടുംബം എന്ന് പറഞ്ഞ യൂണിറ്റിൽ സംഭവിക്കേണ്ടത്. ഇവിടെ 4 കാര്യങ്ങളാണ് നടക്കുന്നത്. ഇവിടെ ആരെങ്കിലും ഈ ചെടി ഗ്രാഫ്റ്റ് ചെയ്യുന്നവരുണ്ടോ? ചെടി ഗ്രാഫ്റ്റ് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഇവിടെ ഒരാള് ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രാഫ്റ്റിൽ എന്താ ചെയ്യുന്നത്? ഇപ്പൊ സമയം കുറവായതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഗ്രാഫ്റ്റിൽ എന്താ ചെയ്യുന്നത്? നമ്മള് ഒരു ചെടിയുടെ തായ്തടി അല്ലെ, കാണ്ഡത്തിന്റെ ഒരു ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഫലം നൽകുന്ന മറ്റൊരു ചെടിയുടെ അതേ ജനുസിൽപ്പെട്ട മറ്റൊരു ചെടിയുടെ നല്ല ഭാഗമെടുത്ത് അതിനകത്ത് ഒട്ടിച്ച് ചേർക്കുന്നു. അത് കഴിഞ്ഞാൽ, ഈ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ഗ്രാഫ്റ്റ് ആണെങ്കിൽ ഇതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഊർജം വലിച്ചെടുത്ത് ഈ പുതിയ അതിന്റെ എന്നാ പറയുന്നത്, അത് വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് പുതിയ നാമ്പ് വന്ന് നല്ല ഫലം പുറപ്പെടുവിക്കുന്നു. റബ്ബർ ബഡിങ്ങിനും ഏകദേശം ഇതുപോലെ, ഇച്ചിരി വ്യത്യാസം എന്നുള്ളതല്ലോ നിങ്ങൾക്കറിയാം. അപ്പോ ഈ ഗ്രാഫ്റ്റിംഗ് ടെക്നിക്ക് ആണ് ഇവിടെ ദൈവം ഉപയോഗിച്ചിരിക്കുന്നതായി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ 4 കാര്യങ്ങളാണ് നടക്കുന്നത്. ഈ 4 കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, എ കട്ടിംഗ് ഓഫ്. വാസ്തവത്തിൽ കുടുംബ ബന്ധങ്ങൾ ദൃഢമാകണം എങ്കിൽ ഈ പറയുന്ന ഒരു കട്ടിംഗ് ഓഫ് ആവശ്യമുണ്ട്, ഒരു മുറിപ്പെടുത്തൽ ആവശ്യമുണ്ട്, ബന്ധത്തിന്റെ ഒരു വിച്ഛേദനം ആവശ്യമുണ്ട്. ആ വിച്ഛേദനം പലപ്പോഴും നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ചോദിക്കട്ടെ, 2 പേരും ജോലി ചെയ്യുന്നവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? 2 പേരും ജോലി ചെയ്യുന്ന എത്ര പേരുണ്ട്? 1, 2, 3 പേരുണ്ട്. നിങ്ങളുടെ വരുമാനം, ഓരോ മാസമുള്ള വരുമാനം നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഞാൻ കുടുംബ വഴക്കുണ്ടെന്ന് ഉണ്ടാക്കാൻ പോവുകയല്ല, ഞാനത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാ ചെലവാക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അക്കൗണ്ടും നിങ്ങളുടേതായിട്ടുള്ള വരവ് ചെലവുമാണോ, അതോ നിങ്ങളുടെ വരവ് ചിലവുകൾ നിങ്ങളുടെ വരുമാനം ഒരു കോമൺ ഫണ്ടാണോ? പലയിടത്തും കോമൺ ഫണ്ട് അല്ല എന്നതാണ് യാഥാർത്ഥ്യം. എൻ്റെ വരുമാനം
എൻ്റെ അസറ്റ്, നിന്റെ വരുമാനം നിന്റെ അസറ്റ്, ഇത് വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറയുന്ന ഒരു മനസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഞാൻ പറയും, ഒരു കുടുംബത്തിൽ ഉറപ്പ് ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് വേണ്ടിയത് ഒരു കോമൺ പേഴ്സ് ആണ് എന്ന് ഞാൻ പറയും. കോമൺ പേഴ്സ്, ഒറ്റ പേഴ്സ്. ഒറ്റ പേഴ്സ് ഉള്ള വീടുകളായി നമ്മുടെ വീടുകൾ മാറണം. നമ്മുടെ വരുമാനം എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് വരുമാനം ഉണ്ടാകാൻ പാടില്ല. ഒരു കട്ടിങ് ഓഫ് നടക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. രണ്ടാമത്, ഒരു ഒട്ടിച്ചേരൽ നടക്കണം, ഒരു ബോണ്ടിങ് നടക്കണം. ആദ്യത്തത് ഒരു കട്ടിങ് ഓഫ്, ഒരു വേർപിരിയൽ, വിട്ടുപിരിയൽ ആണെങ്കിൽ രണ്ടാമത് ഒരു ഒട്ടിച്ചേർക്കൽ നടക്കണം. ഈ ഭാര്യയും ഭർത്താവും ഒട്ടിച്ചേരണം. ഇവിടെ പറയുന്നുണ്ട്, അവർ പിന്നീട് രണ്ടല്ല പിന്നെയോ ഒന്നാണ്, ഒരു ദേഹിയാണ്. ഒരു ദേഹിയായി, അതായത് ഞാൻ രാവിലെ സൂചിപ്പിച്ചു, മ്യൂച്വൽ ആയിട്ടുള്ള അപ്രീസിയേഷൻ്റെ ലെവലിലേക്ക് എത്തത്തക്കവണ്ണം ഈ താഴ്ത്തടി അല്ലെങ്കിൽ കാണ്ഡം, അത് ഞാൻ വേറെയാണ് നീ വേറെയാണ് എന്ന് പറഞ്ഞ് ഒരു നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ചെടി രൂപപ്പെടാൻ സാധ്യമല്ല. ഇത് രണ്ടും ഒട്ടിച്ചേർന്ന് ഇതിൽ നിന്ന് ഈ താഴ്ത്തടി കാണ്ഡം വലിച്ചെടുക്കുന്നതായിട്ടുള്ള വെള്ളവും വളവും അതിൻ്റെ ഈ പറയുന്ന സ്കിയോണിന്, അതിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഒട്ട് ഭാഗത്തിന് ഊർജം നൽകുന്ന അനുഭവം നൽകുമ്പോഴാണ് വാസ്തവത്തിൽ ഈ പറയുന്നതായിട്ടുള്ള നല്ലൊരു കുടുംബത്തിന് രൂപം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത്, ഇവിടെ ഈ പറയുന്ന ഒട്ട് ചേർത്തതായിട്ടുള്ള ആ ഭാഗമുണ്ടല്ലോ, ഇതും മറ്റേതും തമ്മിൽ വേർപിരിയാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള ആ ബന്ധം അങ്ങ് ഉറപ്പിക്കുകയാണ്. പിന്നെ ഇതിനെ തമ്മിൽ വേർതിരിക്കാൻ സാധ്യമല്ല. ഒരു ഒരു ബിക്കമിങ് വൺ, ഒന്നായി തീരലാണ് അവിടെ നടക്കുന്നത്. ഈ ഒന്നായി തീരലിന്റെ അനുഭവത്തിൽ സംഭവിക്കുന്നതാണ് ഈ പറയുന്ന നാണമില്ലായ്മ. അവിടെ വളരെ വ്യക്തമായി പറയുന്നു, അവരിരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല. എന്താ അതിന്റെ അർത്ഥം? വീട്ടിനകത്ത് ചെല്ലുമ്പോ ഡ്രസ്സെല്ലാം ഊരി കളഞ്ഞേച്ച് നഗ്നരായി നടക്കണമെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. നമുക്ക് നാണം തോന്നുന്നത് എപ്പോഴാണ്? നമുക്ക് നാണം തോന്നുന്നത് അപരൻ നമ്മുടെ മുൻപിൽ വരുമ്പോൾ ആ അപരൻ അപരിചിതനായി മാറുമ്പോഴാണ്. അപരിചിതനെ കാണുമ്പോഴാണ് നമുക്ക് നാണം തോന്നുന്നത്. ഞാൻ പറയുന്ന സാധാരണ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ പറയാറുണ്ട്. ഇടവുകളിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ആളുകൾ അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് കയറി വരും. നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ വീട്ടിനകത്ത് പുരുഷന്മാർ നിൽക്കുന്നത് പോലെ തന്നെയാണ് ഞാനും നിൽക്കുന്നത്. പുരുഷന്മാരെങ്ങനെ ഇവിടെ നിൽക്കുന്നത്? കയ്യിലുടുത്ത, അല്ലേ? എത്ര പേര് ഷർട്ട് ഇടും? വീട്ടിനകത്ത് നിൽക്കുമ്പോൾ ഷർട്ട് ഇടുന്ന എത്ര പേരുണ്ട്? ഉണ്ടോ? പുരുഷന്മാരുടെ കാര്യമാണ് ചോദിക്കുന്നത്, സ്ത്രീകളുടെ കാര്യമല്ല. ഉണ്ടോ? ഇല്ല. കാരണം നമുക്ക് അതിനകത്ത് നാണം തോന്നത്തില്ല. അവിടെ ഭാര്യയില്ലേ? അവിടെ മക്കളില്ലേ? നമുക്ക് നാണം തോന്നുമോ? ഇല്ല. ആരെങ്കിലും വന്ന് ബെല്ലടിച്ചാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അകത്ത് പോയി ഒരു ഷർട്ട് എടുത്തിടും. എന്നിട്ടേ ഞാൻ മറ്റുള്ളവരുടെ അടുത്തേക്ക് വരത്തുള്ളൂ. എന്താ വ്യത്യാസം? അവരുടെ സാമീപ്യം എന്നിൽ നാണമുണ്ടാക്കുന്നു. എന്നാൽ എൻ്റെ ഭാര്യയുടെയോ എൻ്റെ മക്കളുടെ അടുക്കൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ആ നാണം തോന്നാറില്ല. കാരണം അവര് എൻ്റെ ഭാഗമാണ് എന്ന ആത്മബോധത്തിലാണ് ഞാൻ എപ്പോഴും നിൽക്കുന്നത്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ ബെല്ലടിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ അത് വിസിറ്റർ അടിക്കുന്ന ബെല്ലിന്റെ രീതിയല്ല അവരടിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ മക്കൾ വീട്ടിലോട്ട് ഓടി വന്നാൽ എങ്ങനെയാ ബെല്ലടിക്കുന്നത്? ഒരു ബെല്ലോട്ട് നിൽക്കുമോ?
ഒരു 10 ബെല്ല് അടുപ്പിച്ചടിക്കും. അപ്പോഴേ അറിയാം അത് മോനാണെങ്കിൽ 10 അടിക്കും, മോളാണെങ്കിൽ 5 അടിക്കും. അപ്പൊ അതിന്റെ അർത്ഥം മോനാണോ വന്നിരിക്കുന്നത് മോളാണോ വന്നിരിക്കുന്നത് നമുക്ക് അറിയാം, ഒരു പ്രയാസമില്ല. എന്നാൽ അപരിചിതനാണെങ്കിൽ വളരെ ഫോമലായിരിക്കും, ഒറ്റ ബെല്ല് അല്ലെങ്കിൽ 2 ബെല്ല് അടിക്കത്തുള്ളൂ. അപ്പൊ അത് വേറെ ആരാണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ വേഷം മാറി പ്രസന്റബിളായി അവരുടെ അടുക്കൽ വരുന്നു, അല്ലെ? പ്രസന്റബിളായി നമ്മൾ അവർക്ക് വരുന്നു. എന്താ വ്യത്യാസം? എന്താണ്? അതായത് അവരുടെ സാമീപ്യം എന്നിൽ അസ്വസ്ഥതയുണ്ടാക്കും, എൻ്റെ ഈ അവസ്ഥയിൽ അവരോട് വെളിപ്പെടുത്താൻ. അവർ നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാണം തോന്നാത്ത വിധത്തിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ തലത്തിലേക്ക് അവർ ഭാര്യയും ഭർത്താവും മക്കളും പ്രവേശിക്കുന്നതാണ് അതിന്റെ ബന്ധത്തിന്റെ പൂർണ്ണത എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറയാറുണ്ട്, ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഈ നാണം തോന്നാത്ത അവസ്ഥ ഉണ്ടാകണം. നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നാണം തോന്നും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നതായിട്ടുള്ള വേഷവിധാനങ്ങളും പള്ളിക്കകത്ത് വരുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള ധാരണകളും കൊണ്ട് വരുന്നത്. ഞാൻ പറയും, ദൈവത്തെ എൻ്റെ ഒരു ആത്മസ്നേഹിതനായി കാണത്തക്കവണ്ണം ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് നാണം തോന്നാത്ത അവസ്ഥയിലുള്ള ആ ഒരു ബന്ധവും ആയി ദൈവത്തെ കാണാൻ കഴിയുന്നതാണ് ഭാഗ്യം. നിങ്ങൾ ഈ 109 സങ്കീർത്തനം ഒന്ന് വായിക്കണം വീട്ടിൽ പോയിട്ട്. എന്താ 109 സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് സങ്കീർത്തിക്കാൻ പറയുന്നതെന്നറിയാമോ? അവനും അവന്റെ കുടുംബവും നശിച്ചു പോകട്ടെ, അവന്റെ സന്തതി മുടിഞ്ഞു പോകട്ടെ, അവന്റെ പരമ്പര ഇല്ലാതെയായി പോകട്ടെ. സങ്കീർത്തനക്കാരനായ ദാവീദിന് ദൈവത്തോടുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് താൻ നഗ്നനായിരിക്കുമ്പോഴും തനിക്ക് നാണം തോന്നാത്ത അവസ്ഥയാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ല, എല്ലാം നഗ്നമായി മലർന്നതായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒന്നും മറച്ചു വെക്കാനില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളോട് ഒന്നും മറച്ചു വെക്കാനുണ്ടാകരുത്, ഒന്നും മറച്ചു വെക്കാനുണ്ടാവരുത്. നമ്മളെല്ലാം ഇന്ന് ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ മൊബൈൽ ഫോൺ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്? നിങ്ങളുടെ ഭാര്യമാരറിയാതെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ അറിയാതെ, നിങ്ങളുടെ മാതാപിതാക്കൾ അറിയാതെ, നിങ്ങളുടെ പേരൻസ് അറിയാതെ, നിങ്ങളുടെ മക്കൾ അറിയാതെ എത്ര പേര് ഇത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്? എന്താ ഈ ലോക്ക് ചെയ്ത് വെക്കുന്നത്? ചിലതൊക്കെ മറയ്ക്കാനുണ്ട്, ചിലതൊക്കെ